ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ അതിഥികളായി 4 കുട്ടികളെത്തി. കൈകാലുകളില്ലാത്ത പാച്ചല്ലൂർ സ്വദേശി സന്ധ്യയ്ക്കും അമ്പൂരിയിലെ അനാഥരായ 3 കുരുന്നുകൾക്കും രമേശ് ചെന്നിത്തല ദൈവതുല്യനാണ് കേട്ടോ. രമേശ് ചെന്നിത്തലയ്ക്കും ഭാര്യ അനിതയ്ക്കും ഇവർ എങ്ങനെ പ്രിയപ്പെട്ടവരായി എന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം. രമേശ് ചെന്നിത്തലയുടെ കരുതലിൽ വളരുന്നവരാണ് ഈ 4 കുട്ടികൾ. പാച്ചല്ലൂർ സ്വദേശി സന്ധ്യയ്ക്ക് ജന്മനാ കൈകാലുകളില്ല. പരിമിതികളിൽ നിന്ന് വ്ളോഗറായി. പക്ഷേ കുറവുകൾ സന്ധ്യയിലെ പ്രതിഭയെ തളർത്താൻ രമേശ് ചെന്നിത്തല അനുവദിച്ചില്ല. സന്ധ്യയുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ മിഴിവേകാൻ രമേശ് ചെന്നിത്തല ഒരു സ്റ്റുഡിയോ ഒരുക്കി നൽകി. സ്വന്തമായി വരച്ച ചിത്രവുമായാണ് സന്ധ്യ ആഭ്യന്തരമന്ത്രിയെ കാണാനെത്തിയത്. നമ്മൾ ടി വിയിലൊക്കെ കൂടി കണ്ട ഒരാൾ എന്നെ സഹായിക്കുക എന്ന് പറയുമ്പോൾ സാറിൻ്റെ വൈഫാണ്. ഇതുപോലെ സ്റ്റുഡിയോ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അത് എൻ്റെ സാഹചര്യമൊക്കെ വെച്ചിട്ട് എനിക്ക് അത്ര നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അതിന് പറ്റിയൊരു സ്റ്റുഡിയോ സാറ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്താ പറയുക, ദൈവത്തിന് തുല്യം തന്നെയാണ്. കാരണം അത്രയും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടൊക്കെ. അമ്പൂരിയിലെ അനാഥരായ 3 കുരുന്നുകളാണ് വിഹാനും ഭാവികും ബദ്രയും. ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് നൽകിയതും രമേശ് ചെന്നിത്തലയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഈ കുട്ടികളുടെ ജീവിത സാഹചര്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ഭാര്യ അനിതയും കൂടി ചേർന്നാണ് സഹായഹസ്തം നീട്ടിയത്. കൈത്താങ്ങായവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് സമ്മാനങ്ങളും വാങ്ങി സന്തോഷത്തോടെയാണ് 4 പേരും മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ടി.എസ്. ഹരികൃഷ്ണ നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, നമുക്കെല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും സ്വപ്നങ്ങളുണ്ടല്ലേ? പലപ്പോഴും ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്നത് ചിലർക്കൊക്കെ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. ആ പരിമിതികളെ അതിജീവിക്കാൻ സഹായിച്ച ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പരിമിതികൾ മറികടക്കാൻ സഹായിച്ച വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയപ്പോൾ ആ കുട്ടികൾ അദ്ദേഹത്തെ കാണാനെത്തിയ ഒരു മനോഹര കാഴ്ച കൂടിയാണ് അല്ലേ ഹരി? സ്വപ്നം കാണാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. അതുപോലെ തന്നെയാണ് ആ കുട്ടികളും. ഇപ്പോൾ സന്ധ്യ എന്ന ആ കുട്ടി, അവൾക്ക് 2 കൈയും 2 കാലും ഇല്ല. പക്ഷെ എങ്കിലും അവൾക്കും സ്വപ്നങ്ങളുണ്ട്. അതിനുവേണ്ടി അവൾ ആ പരിമിതികളെ അതിജീവിച്ച് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ ഈ സ്വപ്നം കണ്ടാൽ അത് സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് രമേശ് ചെന്നിത്തലയ്ക്കും നന്നായിട്ടറിയാം. അപ്പോൾ ഈ പരിമിതികളുള്ള ഒരു കുട്ടിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാതെ പോകരുത് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവൾക്ക് വേണ്ടി ഒരു സ്റ്റുഡിയോ ഒരുക്കി നൽകിയതും അവളെ സഹായിച്ചത്. അതുപോലെ തന്നെ ആ 3 കുട്ടികൾ, അച്ഛനും അമ്മയും ഇല്ലാത്ത ആ 3 കുഞ്ഞു കുട്ടികൾ, അപ്പോൾ അവർക്ക് ഒരു കിടപ്പാടം വേണമെന്നുള്ള ഒരു കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ രമേശ് ചെന്നിത്തലയുടെ ഭാര്യ അനിത അറിയുകയും അങ്ങനെയാണ് അവരത് ചെയ്തു കൊടുക്കുകയും ചെയ്തത്. രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയാണ്. രമേശ് ചെന്നിത്തലയുടെ വേറെയും ചില കാര്യങ്ങൾ എനിക്കും അറിയാം. അതായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, രമേശ് ചെന്നിത്തല എല്ലാ വർഷവും ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം ജനുവരി 1-ന് അദ്ദേഹം ഈ ദളിത് ഉന്നതികളിൽ പോയി അവിടെയുള്ള ആളുകളെ കണ്ട് ആ ദിവസം അദ്ദേഹം അവർക്കൊപ്പം ചെലവഴിക്കുകയാണ്. അവിടുത്തെ ആളുകളെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവിടെ ചെയ്യും എന്നുള്ളതാണ്. അത് സഹായം എന്ന് പറയുന്നത് ഗാന്ധിഗ്രാം ഒരു പദ്ധതിയുണ്ട്. അതിലൂടെ അദ്ദേഹം അവരെ സഹായിക്കാൻ പറ്റുന്നത് പോലെ സഹായിക്കും. ഇനി അല്ല സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു നല്ല മനുഷ്യനായി നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികൾ, അതിൽ നന്മ, അതിൽ നല്ല കാര്യം കിട്ടിയ കുട്ടികളാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്. അതുപോലെ ഒരുപാട് പ്രവൃത്തികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന കാര്യമാണ് ടി.എസ്. ഹരികൃഷ്ണ നമ്മളോട് പറഞ്ഞത്. ഇനി